എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂലൈയിൽ നടത്തിയ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ആണ്. ലിസ്റ്റ് 1 ഇ ഗവേണൻസ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് സ്റ്റോറേജ്, ഇൻട്രാക്റ്റീവ് എഡ്യൂക്കേഷണൽ ടൂൾ എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് 2 കഹൂട്ട്, ബോക്സ്, ബ്ലോക്ക് ചെയിൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് സ്റ്റോറേജ്, ബോക്സ്, ഇൻട്രാക്റ്റീവ് എഡ്യൂക്കേഷണൽ ടൂള് കഹൂട്ട്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് ഈ ഗവേണൻസിനെ ഇത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് മാറ്റിയെടുത്തത്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റും ഇമ്മ്യൂട്ടബിൾ ആക്കി എടുത്തതും ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴിയാണ്. അതായത് ഈ ഫ്രോഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ രജിസ്ട്രേഷൻസ് ഉണ്ട്, നമ്മുടെ വോട്ടർ ഐ ഡി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം യാതൊരു വിധത്തിലുള്ള കള്ളത്തരങ്ങളൊന്നും ഇല്ലാണ്ട് അതൊക്കെ ഒഴിവാക്കി ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടും ആ ഒരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അതായത് ഈ ഗവേണൻസിന് ഇത്രയും സെക്യൂറും ഒരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ബ്ലോക്ക് ചെയിനാണ്. കമ്പ്യൂട്ടിങ്ങിലെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് IT സെക്ഷനെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആക്കിയെടുക്കുക എന്നതാണ്. അതായത് എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് IT സെക്ടറിൽ യൂസ് ചെയ്തുകൊണ്ട് കാർബൺ ഫുട് പ്രിൻറ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്, അതായത് എനർജി എഫിഷ്യൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോക്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള എൻ്റർപ്രൈസ് ആയിട്ടുള്ള ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ്. അതൊരു കണ്ടൻറ് മാനേജ്മെൻറ്റ് സർവീസും കൂടിയാണ്. ഹൈ സെക്യൂരിറ്റിയും കൊളാബറേഷനുമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കഹൂട്ട് എന്ന് പറയുന്നത് ഒരു ഇൻട്രാക്റ്റീവ് എഡ്യൂക്കേഷണൽ ടൂളാണ്. ഇത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ടൂളാണ്. അത് കൂടാണ്ട് തന്നെ ഇത് കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് അറ്റ് എ ടൈം മെൻറ്റേഴ്സിനും സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഗെയിം ബേസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് വൺ റിലേറ്റഡ് വിത്ത് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓൾഡ് വൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഇൻ എൻഷുറിംഗ് ഗവൺമെൻറ് ഫണ്ട്സ് ആർ യൂസ്ഡ് എഫക്റ്റീവ്ലി. സ്റ്റുഡൻറ്റ് വെൽഫെയർ ഈസ് വൺ ഓഫ് ദ ഫോക്കസ് ഏരിയ. ടീച്ചർ വെൽഫെയർ ഈസ് വൺ ഓഫ് ദ ഫോക്കസ് ഏരിയ. കമ്മിറ്റി എക്സിസ്റ്റൻസ് ബേസ്ഡ് ഓൺ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട്. ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഫണ്ട്സൊക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഫോക്കസ് ഏരിയസ് സ്റ്റുഡൻറ്റ് വെൽഫെയറും ടീച്ചർ വെൽഫെയറും ആയിരിക്കണം. ഇത് കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഫലമായിട്ട് വന്നതാണ്. ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഓഡ് വൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഫലമായിട്ടല്ല സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി വന്നത്. ഫണ്ട് കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വെൽഫെയർ, ടീച്ചർ വെൽഫെയർ എന്നിവയെല്ലാം ഇതിൻ്റെ ഫോക്കസ് ഏരിയാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് അസേഷനും റീസണുമാണ്. Assertion A. Realism promotes a curriculum rooted in objective reality and empirical knowledge. Reason R. Realism denies the existence of the physical world. അതായത് അസേഷനിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അത് എന്തുകൊണ്ടാണ് നമ്മൾ റിസൾട്ടിൽ പറയുന്ന രീതിയിലാണ് പോകുന്നത്. അതായത് അസേഷനിൽ പറഞ്ഞിരിക്കുന്നത് റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുന്ന കരിക്കുലം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് റിയാലിറ്റി, അതുപോലെ തന്നെ എംപിരിക്കൽ നോളജ്, സയൻറ്റിഫിക് ആയിട്ട് പ്രൂവൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി റീസൺ 6 പറഞ്ഞിരിക്കുന്നത് റിയലിസം ഡിനൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് എന്നുള്ളതാണ്. അതായത് ഫിസിക്കൽ വേൾഡിൻ്റെ എക്സിസ്റ്റൻസ് ഡിനൈ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ഫോൾസ്. ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. എ ട്രൂ ആണ്, പക്ഷേ ആർ ഫോൾസ് ആണ്. അതായത് റിയലിസം പ്രാധാന്യം കൊടുക്കുന്ന ഒബ്ജക്റ്റീവ് റിയാലിറ്റിക്കും അതിൻ്റെ കരിക്കുലം ഒബ്ജക്റ്റീവ് റിയാലിറ്റിയിലും അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. റിയലിസം ഫിസിക്കൽ വേൾഡിനെ ഡിനൈ ചെയ്യുന്നില്ല, മറിച്ച് സൂപ്പർ നാച്ചുറൽ വേൾഡിനെയാണ് ഡിനൈ ചെയ്യുന്നത്. റിയലിസം എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, സെൻസസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് റിയലിസം പ്രാധാന്യം കൊടുക്കുന്നത്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത് ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഗോഡിൻ്റെ എക്സിസ്റ്റൻസ്, സെക്കൻഡ് വേൾഡ്,
അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ മെറ്റീരിയൽ വേൾഡിന് ഇത് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്വസ്റ്റ്യൻ വേർഡ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ അസസിങ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽ. അതായത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽ അസസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ, എക്സ്പ്ലെയിൻ, ജസ്റ്റിഫൈ, കമ്പയർ. ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു കാര്യം ജസ്റ്റ് ഇത് എന്താണെന്ന് പറയുക. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് വിവരിക്കുക. കമ്പയർ ചെയ്യുന്ന ഒന്നും മറ്റൊന്നുമായിട്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ച് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഒക്കെ നോക്കുകയാണ്. ജസ്റ്റിഫൈ എന്നുള്ളതാണ് ഇവിടെ ആൻസർ എഴുതുന്നത്. ഓപ്ഷൻ സി വരെ. അതായത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുക, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അവിടെ പ്രൂവ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റിഫൈ ആണ് ഹൈ ഓർഡർ തിങ്കിങ് സ്കില്ലായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ മേജർ ലൈഫ് സ്കിൽ ഇൻ എഡ്യൂക്കേഷൻ സെറ്റിംഗ് ബിക്കോസ്. അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒരു വൺ ഓഫ് ദ മേജർ ലൈഫ് സ്കില്ലായിട്ടാണ് എഡ്യൂക്കേഷൻ സെറ്റിങ്ങിൽ കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻഫോഴ്സ് ദ റൂൾ ഓഫ് ഡിസിപ്ലിൻ, കീപ്സ് ദ സ്റ്റുഡൻസ് ടു ബി സബ്മിസീവ്, ഹെൽപ്പ് സ്റ്റുഡൻസ് ടു റിഫ്ലക്റ്റ് ഓൺ ഐഡിയാസ്, പ്രൊമോട്ട് ലെക്ചറിങ് ആസ് ദ ബെസ്റ്റ് മെത്തേഡ്. അതായത് നമുക്ക് ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കമ്മ്യൂണിക്കേഷൻ നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കുട്ടികളെ സബ്മിസീവ്, അതായത് നമ്മുടെ ഒരു കീഴിൽ വരുത്താനായിട്ട് കമ്മ്യൂണിക്കേഷൻ നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവരുടെ ഐഡിയാസ് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെക്ചറിങ് ബെസ്റ്റ് മെത്തേഡായിട്ട് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്നാണ്. ശരിക്കും ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് കുട്ടികൾ അവരുടെ ഐഡിയാസ് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഡിസിപ്ലിൻ ഉണ്ടാക്കുക, സബ്മിസീവ് ആക്കുക, അതുപോലെ ലെക്ചറിങ് എന്നിവയൊന്നും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു റിസൾട്ടായിട്ട് വരുന്നതല്ല. അതൊക്കെ നമ്മുടെ ഒരു അതോറിറ്റേറ്റീവ് ഫീലിങ്ങും നമ്മുടെ വേ ഓഫ് ടീച്ചിങ്ങും ഒക്കെയാണ്. പക്ഷെ കുട്ടികളുടെ ആ ഐഡിയാസ് റിഫ്ലക്റ്റ് ചെയ്യാൻ, അതായത് കമ്മ്യൂണിക്കേഷൻ വഴി സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നു, അവർക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ടീച്ചറിന് അതനുസരിച്ച് അതിനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനും അവരുടെ ഇൻസൈറ്റൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. അതായത് അവർക്ക് പോകേണ്ട ആ ഒരു റൂട്ടൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് ടീച്ചറിൻ്റെ കമ്മ്യൂണിക്കേഷനിലൂടെ വഴി മാത്രമാണ് സാധിക്കത്തുള്ളൂ. അതൊരു ടീച്ചർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉള്ള ആളാണെങ്കിൽ തന്നെ ആ ഒരു ക്ലാസ്സിൽ ഒത്തിരി മാറ്റങ്ങൾ വരും. അതായത് കുട്ടിക്ക് അവിടെ ഒരു എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതിപ്പം അത് കുട്ടീനെ ഭയങ്കരമായിട്ട് നമ്മൾ അവരുടെ വളർച്ചയിൽ ഒത്തിരി സഹായിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് ഡൗട്ടും ചോദിക്കാനായിട്ട് പറ്റുക. അപ്പോൾ അതുവഴി തന്നെ കുട്ടികൾക്ക് ആ ഒരു അവരുടെ തിങ്കിങ് സ്കില്ല് ഭയങ്കരമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫേസ് ഓഫ് മൈക്രോ ടീച്ചിങ്. താഴെ തന്നിരിക്കുന്നതിൽ മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഫേസ് അല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോളജ് അക്വിസിഷൻ ഫേസ്, ഫീഡ്ബാക്ക് ഫേസ്, സ്കിൽ അക്വിസിഷൻ ഫേസ്, ട്രാൻസ്ഫർ ഫേസ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ഫീഡ്ബാക്ക് ഫേസ് ആണ്. അതായത് നോളജ് അക്വിസിഷൻ ഫേസ്, സ്കിൽ അക്വിസിഷൻ ഫേസ്, ട്രാൻസ്ഫർ ഫേസ് എന്നിവയെല്ലാം മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഫേസുകളാണ്. മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഫേസ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് മെയിനായിട്ട് 3 എണ്ണമാണ് ഉള്ളത്. അതായത് നോളജ് അക്വിസിഷൻ ഫേസ്, പ്രീ ആക്റ്റീവ് ഫേസ്, സ്കിൽ അക്വിസിഷൻ ഫേസ് അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ഫേസ്, ട്രാൻസ്ഫർ ഫേസ് അല്ലെങ്കിൽ പോസ്റ്റ് ആക്റ്റീവ് ഫേസ് എന്നിവയാണവ. അതായത് ഈ ടീച്ചിങ് സ്കില്ല്, അതായത് മൈക്രോ ടീച്ചിങ്ങിൻ്റെ ടീച്ചിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് ഈ 3 ഫേസിലൂടെയാണ് എന്നാണ് പറയുന്നത്. നോളജ് അക്വിസിഷൻ ഫേസ് അല്ലെങ്കിൽ പ്രീ ആക്റ്റീവ് ഫേസ്, അതായത് ഈ ഒരു ഫേസിലാണ് ഈ ടീച്ചിങ് സ്കില്ലിനെ പറ്റിയുള്ള നോളജുകളൊക്കെ ട്രെയിനി അക്വയർ ചെയ്യുന്നത്. ഇത് ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളൊക്കെ ഒബ്സർവ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ക്ലാസ് കണ്ട എങ്ങനെയാണ് ഈ ടീച്ചിങ് നടത്തേണ്ടത്, എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കുന്ന ഫേസാണ് നോളജ് അക്വിസിഷൻ ഫേസ് എന്ന് പറയേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് സ്കിൽ അക്വിസിഷൻ ഫേസ് അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ഫേസ് എന്ന് പറയേണ്ടത്. ഇവിടെ ട്രെയിനി മൈക്രോ ലെസൺസ് പ്രിപ്പയർ ചെയ്യുന്നു, അതുപോലെ തന്നെ ടീച്ച് ചെയ്യുകയും ഫീഡ്ബാക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പിന്നെയും പ്ലാൻ ചെയ്യുന്നു, അതായത് ഫീഡ്ബാക്ക് കിട്ടി അതനുസരിച്ച് പ്ലാൻ ചെയ്യുന്നു, പിന്നെ ടീച്ച് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു മാസ്റ്റർ നേടുന്ന ഒരു പീരീഡാണ് സ്കിൽ അക്വിസിഷൻ ഫേസ് അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസ്ഫർ ഫേസ് അല്ലെങ്കിൽ പോസ്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ വേരിയസ് ആയിട്ടുള്ള ടീച്ചിങ് സ്കിൽസുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ടീച്ചർ ട്രെയിനി ഒരു സ്കിൽസ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മൈക്രോ ടീച്ചിങ്ങിലൂടെ ആ ഒരു പെർഫെക്റ്റ് ആക്കിയെടുത്ത സ്കിൽസുകൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഈ ഫേസ്, ഈ പോസ്റ്റ് ആക്റ്റീവ് ഫേസിൽ.
ഇത് പോസ്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ട്രെയിനിൽ പോയി കൃത്യമായിട്ട് ആ സ്കില്ലുകളിലൊക്കെ മാസ്റ്ററി വെച്ചിട്ട് അവിടെ പോയി ക്ലാസ് എടുക്കുന്നതാണ് പോസ്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. Next question. Identify the statement which best reflect the cultural lag in the context of education and society. അതായത് താഴെ തന്നിരിക്കുന്നതിൽ കൾച്ചറൽ ലാഗ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. കരിക്കുലം ഡെവലപ്മെൻറ്റ് ഓൾവേസ് പ്രൊസീഡ്സ് സോഷ്യൽ ചേഞ്ചസ്. എഡ്യൂക്കേഷൻ സിസ്റ്റം അഡാപ്റ്റ് ഇൻസ്റ്റൻ്റ്ലി ടു കൾച്ചറൽ ഷിഫ്റ്റ്സ്. കൾച്ചറൽ വാല്യൂസ് ചേഞ്ചസ് ഫാസ്റ്റർ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ക്യാൻ റെസ്പോണ്ട്. സൊസൈറ്റീസ് വിത്ത് ഹൈ ലിറ്ററസി ഹാവ് സ്റ്റാഗ്നൻറ്റ് കൾച്ചേഴ്സ്. ഇത് കരിക്കുലം ഡെവലപ്മെൻറ്റ് എപ്പോഴും സോഷ്യൽ ചേഞ്ചിനെ പ്രൊസീഡ് ചെയ്യായിട്ടാണ് വരുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റം കൾച്ചറൽ ഷിഫ്റ്റുമായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് ആ ഒരു ചേഞ്ചുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പേ കൾച്ചറൽ വാല്യൂസിലൊക്കെ ചേഞ്ച് വരുവാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വരുന്നത് ഹൈ ലിറ്ററസി ഉള്ള സൊസൈറ്റിക്ക് സ്റ്റാഗ്നൻറ്റ് കൾച്ചർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കൾച്ചറൽ വാല്യൂസ് ചേഞ്ചസ് ഫാസ്റ്റർ ദാൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ക്യാൻ റെസ്പോണ്ട്. അതായത് നമ്മളൊരു ചേഞ്ച് വന്നു, ആ ചേഞ്ച് നമ്മൾ ആ ഒരു കരിക്കുലത്തിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് മാറി അടുത്ത ആ ഒരു കൾച്ചറൽ വാല്യൂസിൽ ചേഞ്ച് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കൾച്ചറൽ ലാഗിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു കൾച്ചറിലെ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ ആസ്പെക്ട്സിൻ്റെ ഒരു ചേഞ്ചിൻ്റെ ഫലമായിട്ട് ആ സൊസൈറ്റിയുടെ കൾച്ചറിൽ ഒരു ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഇംബാലൻസിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അതായത് ഈ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ ഈ കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഡ്രാഗ് എന്നൊക്കെ ഉദ്ദേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ മോറൽ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഡെവലപ്മെൻറ്റിൽ, ആ ഗ്യാപ്പിനാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കൾച്ചറൽ ചേഞ്ചിൻ്റെ ഒരു ഫേസ് ചേഞ്ച് ചെയ്യുന്നു, അതിനേക്കാൾ റാപ്പിഡായിട്ട് അടുത്തത് വരുവാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഈ മെറ്റീരിയൽ ചേഞ്ചസും നോൺ മെറ്റീരിയൽ ചേഞ്ചസും തമ്മിലുള്ള ഒരു മിസ്മാച്ചിങ്ങിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു സോഷ്യൽ കണ്ടീഷൻ എറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ബെസ്റ്റ് റെപ്രസെൻറ്റ്സ് ദ ബിഹേവിയറിസ്റ്റ് വ്യൂ ഓഫ് ലേണിംഗ്. അതായത് ബിഹേവിയറിസ്റ്റ് വ്യൂ ഓഫ് ലേണിങ്ങിനെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Learning is the construction of meaning through experience. Learning occurs through observation and imitation. Learning is a response to external stimuli with reinforcement. Learning is based on internal cognitive restructuring. അതായത് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിലൂടെ നമ്മൾ മീനിങ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. ലേണിംഗ് ഒബ്സർവേഷനിലൂടെ ഇമിറ്റേഷനിലൂടെയാണ് ഒക്കൂറി ചെയ്യുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്റ്റിമുലിയോടുള്ള റെസ്പോൺസാണ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കൂടെ. ഇതൊരു ഇൻറ്റേർണൽ കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആണ്. നമ്മളോട് ബിഹേവിയറിസ്റ്റ് വ്യൂ ഓഫ് ലേണിംഗ് ആണ് പറഞ്ഞത്. ബിഹേവിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ SR കണക്ഷനാണ്, സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷനാണ്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ലേണിംഗ് ഈസ് എ റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലി വിത്ത് റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് റീഇൻഫോഴ്സ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ബിഹേവിയറിസ്റ്റ് വ്യൂ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് അതാണ് ബിഹേവിയറിസ്റ്റ് വ്യൂ ഓഫ് ലേണിംഗ്. അതായത് നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, പണിഷ്മെൻ്റ് ഒക്കെ പറയുന്നതാണ്. സ്റ്റിമുലസ് റെസ്പോൺസ് ആണ്. അതായത് നമ്മൾ ഒരു സ്റ്റിമുലസിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ്, അതായത് നമ്മുടെ റെസ്പോൺസിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവിടെ നമ്മൾ ആവശ്യത്തിന് റീഇൻഫോഴ്സ്മെൻറ്റും കൂടെ കൊടുക്കുമ്പോഴാണ് ലേണിംഗ് ഒക്കൂർ ചെയ്യുന്നത്. അതായത് ഒരു കുട്ടി കൃത്യമായിട്ടൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവന് റീഇൻഫോഴ്സ്മെൻറ്റ്, ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്നാണ് ബിഹേവിയറിസ്റ്റ് ലേണിംഗ് പറയുന്നത്. അങ്ങനെയാകുമ്പോഴാണ് അവൻ്റെ ആ ഒരു പിന്നീട് ഇങ്ങനെ പറയാനും പഠിക്കാനും ഒക്കെ അവൻ്റെ ആ ഒരു എഫേർട്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ എന്നാണ് ബിഹേവിയറിസ്റ്റ് വ്യൂ ഓഫ് ലേണിംഗ് പറയുന്നത്. മീനിങ് ത്രൂ എക്സ്പീരിയൻസ് ഏതാണ്? കൺസ്ട്രക്ഷൻ ഓഫ് മീനിങ് ത്രൂ എക്സ്പീരിയൻസ് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ആണ്. ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ സോഷ്യൽ ലേണിംഗ് ആണ്. Next question. A teacher promotes rational thinking and inquiry-based learning during the transaction of concept in the class. This reflect. അതായത് റാഷണൽ തിങ്കിങ്ങും ഇൻക്വയറി ബേസ്ഡ് ലേണിങ്ങും ടീച്ചർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ്, ഡെമോക്രാറ്റിക് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്, ലെതർജിക് ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഓട്ടോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ്. അതായത് ടീച്ചർ കുട്ടികളുടെ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻക്വയറി ബേസ്ഡ് ലേണിങ്ങിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേതാണ്? ഡെമോക്രാറ്റിക് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ആണ്. അതായത് ഡെമോക്രാറ്റിക് ക്ലാസ് റൂം എൻവയോൺമെൻറ്റിൽ
ടീച്ചറിനും കുട്ടിക്കും ഒരുപോലെ, അതായത് ടീച്ചർ എപ്പോഴും കുട്ടികളെ അവരുടെ ആ ഒരു കാര്യങ്ങൾ, അതായത് അവർക്ക് എന്താണ് എക്സ്പ്രസ് ചെയ്യാനുള്ളത് അതിന് മാക്സിമം ഫ്രീഡം കൊടുക്കുക, അവർക്ക് തന്നെ ഒരു അതോറിറ്റി, അതായത് അവരുടെ പഠനത്തിൽ ഒരു അതോറിറ്റി ഒക്കെ കൊടുത്ത് പോകുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് ക്ലാസ് റൂം എൻവയോൺമെൻറ്റിലാണ് ഒരു റാഷണൽ തിങ്കിങ്ങും എൻക്വയറി ബേസ്ഡ് ലേണിങ്ങും ഒക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ് ടീച്ചറിനായിരിക്കും, അതായത് ടീച്ചർ എന്ത് പറയുന്നു അത് കുട്ടി അനുസരിക്കുന്നു. ഓട്ടോക്രാറ്റിക്കിലും അത് തന്നെയാണ് വരുന്നത്. ലെതർജിക് എൻവയോൺമെൻറ്റിൽ നമുക്കൊരു ഫ്രീഡം കുറവായിരിക്കും. പക്ഷേ ഡെമോക്രാറ്റിക് ക്ലാസ് റൂം എൻവയോൺമെൻറ്റാണ് കറക്റ്റ് കുട്ടികൾക്ക്, അതായത് അവിടെ നമ്മൾ പറയും ഡെമോക്രാറ്റിക് വേൾഡിൽ എങ്ങനെയാണ്, അതായത് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൂടുതലാണ്, അതായത് എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസ് റൂമിലാണ് നമുക്ക് ഈ റാഷണൽ തിങ്കിങ്ങും എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Last question, assertion A. The National Curricular Framework provides guidelines for curriculum development across India. Reason, the NCF is prepared by the University Grant Commission. അതായത് അസേഷനിൽ പറഞ്ഞിരിക്കുന്നത് നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് കരിക്കുലർ ഡെവലപ്മെൻറ്റിന് ഗൈഡ് ലൈൻ കൊടുക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീസൺ പറഞ്ഞിരിക്കുന്നത് NCF പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ് എന്നുള്ളതാണ്. ബോത്ത് A and R are true and R is the correct explanation of A. Both A and R are true but R is not the correct explanation of A. A is true but R is false. A is false but R is true. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. A ട്രൂ ആണ് പക്ഷേ R ഫോൾസ് ആണ്. അതായത് കരിക്കുലം ഡെവലപ്മെൻറ്റിനുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് എന്തിനാണ് NCF വന്നത്? NCF പ്രിപ്പയർ ചെയ്ത യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ല. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്കൂൾ എഡ്യൂക്കേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഫോർമുലേറ്റ് ചെയ്ത് NCERT ആണ്, അതായത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് അത് ഫോർമുലേറ്റ് ചെയ്ത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് 2005 ഈ സ്കൂളിന് വേണ്ടിയുള്ള നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് NCERTയും ടീച്ചേഴ്സിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് NCT ആണ് പ്രൊവൈഡ് ചെയ്തത്. അതായത് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഇന്ത്യക്കുള്ളത്. അത് എല്ലാ കാര്യത്തിലും ജോഗ്രഫിക്കലായിക്കോട്ടെ കൾച്ചറലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പം ഇതിനെല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് മോഡേണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന് മെയിനായിട്ട് 5 പ്രിൻസിപ്പിൾസാണുള്ളത്. അതായത് സ്കൂളിനപ്പുറത്തേക്കുള്ള ലൈഫുമായിട്ട് അതായത് ആ ക്ലാസ് റൂമിൻ്റെ 4 ചുമരുകളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് അവിടെ റിയൽ ലൈഫുമായിട്ട് നോളജ് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് പുതിയവ കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ എക്സാമിനേഷനൊക്കെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് കൊണ്ടുപോവുക. ഒരു ഓവർ റൈഡിങ് ഐഡൻറ്റിറ്റി, അതായത് ഒരു കെയറിങ് കൺസേൺ ഒക്കെ വെച്ചിട്ടുള്ള ഓവർ റൈഡിങ് ഐഡൻറ്റിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളവയൊക്കെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് വസുദൈവ കുടുംബകം എന്നുള്ള ആ ഒരു സ്പിരിറ്റ് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുക. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വാല്യൂ ഡെവലപ്മെൻറ്റ്സിന് പ്രാധാന്യം കൊടുക്കുക, കരിക്കുലർ ലോഡ് റെഡ്യൂസ് ചെയ്യുക, കൾച്ചറൽ സ്പെസിഫിക് ആയിട്ടുള്ള പെഡഗോജികൾ യൂസ് ചെയ്യുക, കുട്ടീനെ ഒരു കൺസ്ട്രക്ടർ ഓഫ് നോളജ് ആക്കുക, കോഗ്നിഷൻ, ഇമോഷൻ, ആക്ഷൻ എന്നിവേണ്ടിയുള്ള ആ ഒരു ഇൻ്റർഫേസ് റെക്കഗ്നൈസ് ചെയ്യുക, ടീച്ചേഴ്സിനെ എംപവർ ചെയ്യുക കരിക്കുലർ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും വേണ്ടിയിട്ട് എന്നുള്ളവയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസേൺസ് എന്ന് പറയുന്നത്. ഈ NCF ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഇത് വന്ന് 2005 അത് ഫോർമുലേറ്റ് ചെയ്ത് NCERT ആണ്. ഇതിൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ്, സൈലൻറ്റ് ഫീച്ചേഴ്സൊക്കെ ഓർത്ത് വയ്ക്കുക. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടും. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്